ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു പാനൽ കട്ട് കുർത്തിയാണ്, അതായത് 6 പാനൽ കട്ട് കുർത്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഫുൾ വീഡിയോ ആണിത്. ഇതിൽ ഞാനൊരു 2.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് എൻ്റെ സൈസ് 44 ആണ്. ഞാനപ്പോൾ ആ ഒരു സൈസിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും 2.5 മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴത്തെയും പോലെ തന്നെ ലൈനിങ് നമ്മൾ 4ആക്കി 4 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ ഞാൻ എൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് 6.5 ഇഞ്ചാണ്. പിന്നെ അതുപോലെ തന്നെ താഴത്തോട്ടും ആം ഹോളിൻ്റെതും ഞാനൊരു 6.5 എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെസ്റ്റാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ചെസ്റ്റിൻ്റെ ഞാൻ മെഷർമെൻറ്റ് 10.5 ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ പ്ലസ് ഒരു 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സ്പീഡിലാണ് കേട്ടോ കാണിക്കുന്നത്. വേറെ ഒന്നുമല്ല, വീഡിയോക്ക് അല്ലാതെ തന്നെ ലെങ്ത്ത് കൂടി പോയത് കൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നത്. ഇത് ലൈനിങ് ഞാൻ 2 മീറ്റർ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഒരു 36 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈനിങ്ങിൽ ഞാൻ എ ലൈനാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി ഞാൻ മറ്റേ മെയിൻ ക്ലോത്ത് വന്നിട്ട് ഞാൻ 6 പാനലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ എത്രയാണോ നമ്മുടെ മെഷർമെൻറ്റ് അത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ ഇതിലൊരു വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. ആ ഒരു മോഡലിലുള്ള വീനെക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീനെക്ക് എടുക്കുമ്പോഴത്തേക്കും സാധാരണ നെക്കിനേക്കാളും ഇപ്പോൾ സാധാരണ നെക്ക് നമ്മളൊരു 6.5 ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിനേക്കാളും ഒരു 1.5 ഇഞ്ചൊക്കെ നമുക്ക് കൂടുതൽ എടുത്താലും ഒരിക്കലും വീനെക്ക് ഭയങ്കര വൈഡായോ ലെങ്ത്ത് കൂടുതലായിട്ടോ പോകത്തില്ല. കാരണം ഇത് നല്ല ഒതുങ്ങിയ കഴുത്താണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 9.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ വീനെക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലോട്ടൊരു പീസും കൂടെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ബാക്ക് നെക്ക് ഞാൻ ഒട്ടും ഇറക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു 1.5 ഇഞ്ചിലാണ് ഞാൻ ഇറക്കിയിട്ടുള്ളത്. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിങ്ങിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു 1 ഇഞ്ച് മാത്രമേ ഞാൻ ബാക്ക് നെക്ക് ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഇത്രയെല്ലാം നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഈ കാണുന്ന പോലെ തന്നെ എ ലൈനായിട്ട് മാക്സിമം കിട്ടുന്ന ആ ഒരു വിത്തിൽ നമുക്ക് എ ലൈൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എനിക്ക് ഇതിൽ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ആ അബദ്ധം വരുന്ന സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് എനിക്ക് പറ്റിയ അബദ്ധമെന്ന്. അപ്പം നിങ്ങളും അത് ട്രൈ ചെയ്യാതിരിക്കുക. അത് വേറെ ഒന്നുമല്ല, നമുക്ക് നെക്ക് അടിക്കുമ്പോഴാണ് എനിക്ക് ആ അബദ്ധം പറ്റിയിട്ടുള്ളത്. ഞാനത് കട്ടിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മളിങ്ങനെ ഒരു നോട്ടിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നോട്ട്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മുടെ അളവ് ആ രീതിയിൽ നമുക്ക് താഴത്തോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ഷോൾഡർ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ലൈനിങ് 2ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല, മെയിൻ ക്ലോത്തിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മെയിൻ ക്ലോത്ത് ഒരു 2.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇതിലെനിക്കൊരു 44 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കും ഇതിപ്പോൾ 44 ഇഞ്ച് വിത്തുള്ള തുണിയാണ്. അപ്പോൾ നമുക്ക് നീളത്തിൽ വേണമെങ്കിലും തുണി ഇടാവുന്നതാണ്, വട്ടത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ എൻ്റെ ഡിസൈൻ കൂടെ വരുമ്പോൾ എനിക്ക് നീളത്തിലെടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ, അല്ലാതെ വട്ടം എടുത്ത് വരുമ്പോൾ ഡിസൈൻ തിരിഞ്ഞു പോകും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തത്. പിന്നെ ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന ഈ ഒരു അളവ്, ഈ ഒരു 5 ഇഞ്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു അളവാണ്. അപ്പോൾ മുകളിൽ നമ്മൾ ഫോൾഡഡ് വശത്ത് നിന്ന് നമ്മൾ, അതായത് തുണിയുടെ 4 പീസ്, അതായത് ഫോൾഡിങ് വരുന്ന വശത്ത് നിന്നാണ് നമ്മൾ 5 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു 16 ഇഞ്ച് വരെയാണ് ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. 16 ഇഞ്ചിൽ നിന്ന് താഴേലോട്ട് ഞാൻ 12 ഇഞ്ചാണ് ഇറക്കം എടുത്തിട്ടുള്ളത്. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു അളവാണ്. അത് എല്ലാവർക്കും ഏത് സൈസുകാർക്ക് വേണമെങ്കിലും എടുക്കാം. പിന്നെ സ്മോൾ സൈസ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കുറച്ചെടുക്കാവുന്നതാണ്. ഒരു മുകളിൽ ഒരു 5 ഇഞ്ച് എന്നുള്ളത് നമുക്കൊരു 4 ഇഞ്ചൊക്കെ വേണമെങ്കിൽ എടുത്ത് താഴെ ഒരു 11 ഇഞ്ചാക്കിയൊക്കെ നമുക്ക് എടുക്കാം. അതൊക്കെ നമ്മളുടെ അളവ് പോലെ ഇരിക്കും. എങ്കിലും മാക്സിമം ഒരു മീഡിയം ടു XXL വരെയാണെങ്കിൽ നമുക്ക് ഈ ഒരു അളവെടുത്താൽ മതി. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ക്ലോത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ ആ
വീതി കൂടിയ വശം താഴെയാണ് വരേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇട്ടില്ല, കാരണം എനിക്ക് 2.5 മീറ്റർ ക്ലോത്തേ ഉള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് സ്ലീവ്സ് കട്ട് ചെയ്യാനുള്ളത് കൊണ്ടിട്ടാണ് ആ ജോയിൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് സ്ലീവിന് ജോയിൻറ്റ് വരും, അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ക്ലോത്ത് ഇങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. എങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല വൈഡും വിത്തും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ 5 ഇഞ്ചിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന, ഇപ്പോൾ എൻ്റെ ഈ ചോക്ക് അത്ര ശരിയല്ലായിരുന്നു, കളറുമായിട്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുത്തേക്കുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ ലൈനിങ് വെച്ച് വേണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാം. കാരണം ഒരു 16 ഇഞ്ച് വരെ നമുക്ക് ലൈനിങ് നോക്കിയിട്ട് ബാക്കി അങ്ങോട്ടേക്ക് തുണിയുടെ വിത്ത് അനുസരിച്ചിട്ട് നമുക്ക് അറ്റം വരെ അങ്ങോട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയൊക്കെ ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്നാണ് എൻ്റെ മെഷർമെൻ്റ് ആണ്. മുകളിൽ ഞാനൊരു 5 ഇഞ്ച് കഴിഞ്ഞിട്ട് സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ നമുക്ക് മറ്റേ നോർമൽ പിന്നോ വെച്ചിട്ട് നമ്മുടെ ഈ മെറ്റീരിയൽ ഒന്ന് പിൻ ചെയ്ത് വെക്കുവാണെങ്കിൽ ഇളകി പോവാതെ നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ഷോൾഡർ ഒരു 6.5 ഇഞ്ച് താഴത്തോട്ട്, അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ അത്ര എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അറ്റം നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു വീതി തന്നെ നമുക്ക് ഇതിൻ്റെ അറ്റത്തേക്ക് എടുക്കാവുന്നതാണ്. പിന്നെ സ്ലീവ്സൊക്കെ അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവും കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. പിന്നെ ഞാൻ അതിൽ കുറച്ച് ലേസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതാണ് അത്രയും ഭംഗിയായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്കും വേണമെങ്കിൽ ലേസൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു 6 പാനൽ കട്ട് നല്ല ഭംഗിയിൽ വരും. അപ്പോൾ നിങ്ങൾക്കും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ കുർത്തിയുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു പഫ് സ്ലീവാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അവിടുന്ന് മെറ്റീരിയൽ ബാക്കിയുള്ള പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടിട്ട് തന്നെയാണ് ആ മെറ്റീരിയൽ തിരിച്ചിടാതിരുന്നത്. അതായത് വീതി കുറഞ്ഞ വശം തന്നെ താഴെ ഇട്ടത്. അതല്ല നിങ്ങൾക്ക് ലാബിഷായിട്ട് തുണി ഉണ്ടെന്നാണെങ്കിൽ, അതായത് വട്ടത്തിലിടുവാണെങ്കിൽ നമുക്കൊരു 44 ഇഞ്ച് ഇറക്കം മതി എന്നാണെങ്കിൽ വട്ടത്തിലിടുവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പഫ് സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളാണ്. സാധാരണ നോർമലി നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്ന പോലെ അതിൻ്റെ മേളിലോട്ട് മാത്രം ഒരു 3 ഇഞ്ച് ഒരു ബോക്സ് പോലെ വരച്ചിട്ട് നമ്മുടെ സ്ലീവുമായിട്ട് കണക്ട് ചെയ്തെടുത്താൽ മതി. അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതല്ല എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിച്ചാൽ ഞാനത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ, കാണുന്നുണ്ടോയെന്നറിയില്ല എങ്കിലും കാണാം എന്ന് വിശ്വസിക്കുന്നു, കാണുന്നത് പോലെ നമുക്ക് സ്ലീവ്സിനി കട്ട് ചെയ്തെടുക്കാം. വേറെ വലുതായിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു പഫ് സ്ലീവിൻ്റെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു 3 ഇഞ്ചിൽ നിന്ന് നേരെ പിന്നെ താഴേക്കാണ് എടുക്കുന്നത്. താഴേക്കെടുത്ത് നമുക്കത് സ്ലീവ്സ് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് വേണമെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് വേണമെങ്കിൽ കുഴിച്ച് വെട്ടാം. പിന്നെ ഇവിടെ ഈ നോട്ട് ഇട്ട് കൊടുക്കുന്ന കാര്യം മറന്നു പോകരുത്. ഈ നോട്ട്സ് ഇടുന്നത് വളരെ നല്ലതാണ്. നമുക്കപ്പോൾ എവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ബിഗിനേഴ്സ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. ഇനി സ്റ്റിച്ചിങ് എന്നാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ മെയിൻ പീസ്, അതായത് 6 പാനൽ വന്നിട്ടുള്ള ഈ പീസ് എല്ലാം കൂടി ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. നന്നായിട്ട് കെട്ടിട്ട് നമ്മൾ അടിച്ച് നമ്മൾ ഒട്ടും വലിക്കരുത്. ആ ഒരു എ ലൈൻ പോലെ വരുന്ന സൈഡിലോട്ടൊരു ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു വലിച്ചിലൊക്കെ തോന്നും. അങ്ങനെ ഒട്ടും വലിച്ച് ഈ തുണി സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. എങ്ങനെയാണോ അതിൻ്റെ ഷേപ്പ് വന്നിട്ടുള്ളത് ആ ഷേപ്പിൽ വേണം നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒട്ടും വലിക്കരുത്. വലിച്ചു കഴിയുമ്പോൾ തുണിക്കൊരു ഏങ്കോണിപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വലിക്കേണ്ട. നോർമലായിട്ട് നമുക്കിത് ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കുറച്ച് സ്ലോയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. പിന്നെ ഞാനിതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലേസ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ വാങ്ങിക്കാൻ പോയപ്പോൾ തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് എനിക്ക് 12 മീറ്റർ ലേസിന് വെറും എത്രയോ 60 രൂപയ്ക്കോ 90 രൂപയ്ക്കോ ആണ് എനിക്ക് ലേസ് കിട്ടിയിട്ടുണ്ടാവുന്നത്. പിന്നെ ലേസൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ അത് ലൈനിങ് പീസ് വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്യണം. ലൈനിങ് പീസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ലേസൊക്കെ
അതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഈ പാനൽ കട്ട്. നമ്മൾ കാണുന്ന അത്രയും ഡിഫിക്കൽട്ടൊന്നും ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ടില്ല. ആകെ നമ്മൾ കുറച്ച് സമയം മാത്രം നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ വളരെ സിമ്പിളാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പം മാക്സിമം എല്ലാവരും പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ നോക്കണം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ ലേസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ലേസ് ഇങ്ങനെ വെച്ച് നമ്മളത് ലൈനിങ്ങുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ലേസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇനി നമ്മൾ എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും ഈ മെയിൻ ക്ലോത്തും കൂടെ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അതായത് മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് വേണം ലൈനിങ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എല്ലാ കുർത്തിയിലും അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. നെക്കൊക്കെ നമ്മൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഒക്കെ വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ കയ്യിലൊരു പിന്നുണ്ടെങ്കിൽ നമ്മളിത് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നി പോവാതെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇനി അത് രണ്ടും സ്റ്റിച്ച് ചെയ്ത്, അതായത് ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ എൻഡ്, അതായത് ലൈനിങ്ങിൻ്റെ അടിവശമാണ് ഞാനിപ്പോൾ മടക്കി അടിക്കുന്നത്. അതും കൂടെ അടിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് അത്രയും പണി പെട്ടെന്ന് കഴിയും. എനിക്ക് എന്തായാലും അത് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്തു പോകുമ്പോൾ ഞാൻ ലൈനിങ്ങും എപ്പോഴും മടക്കി അടിച്ച് തന്നെ ഞാൻ പോകും. മെയിൻ പീസ് മാത്രം ഞാൻ ലാസ്റ്റാണ് ഇത് മടക്കി അടിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് അടിയിലൊന്ന് ട്രിം ചെയ്യാനൊക്കെ ഉണ്ടാവും, അതുകൊണ്ടിട്ടാണ്. പിന്നെ നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കുക. ഇനിയാണ് നമ്മൾ നെക്കിൻ്റെ കുറച്ച് ഭാഗം, അതായത് എനിക്ക് കുറച്ച് അബദ്ധം പറ്റി എന്ന് പറഞ്ഞത് ഇവിടെയാണ്. അത് വേറെ ഒന്നുമല്ല, നെക്കിൻ്റെ മെഷർമെൻറ്റ് നമ്മളിങ്ങനെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ തുണി ഇട്ടിട്ട് നമുക്ക് എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ നീളം വരുന്നത് അതിൽ നിന്ന് നമ്മൾക്കൊരു 2 ഇഞ്ചൊക്കെ കൂടുതൽ ഇടാം. എനിക്ക് 14.5 ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടാകുന്നത്. അതിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ചും കൂടെ ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വീതി, അതായത് ഈ പീസിൻ്റെ വീതി എന്ന് പറയുന്നത് ഞാൻ 4 ഇഞ്ച് എടുത്തിട്ടുണ്ടായി. അതാണ് എനിക്കൊരു അബദ്ധം പറ്റിയത്. അത് ഭയങ്കര വീതിയായിട്ട്, അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര വീതിയായിട്ട് എനിക്ക് തോന്നി. രണ്ടാമത് ഞാൻ എല്ലാം അഴിച്ച് അതെനിക്കൊരു ഇച്ചിരി പണിയാണ്. പിന്നെ അബദ്ധങ്ങൾ വീഡിയോയിൽ പറഞ്ഞാൽ മതിയല്ലോ, അത് കാണിക്കണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ടിട്ടാണ് കാണിക്കാത്തത്. അപ്പം നിങ്ങൾ എടുക്കുവാണെങ്കിൽ മാക്സിമം ഒരു 3.25 ഇഞ്ചൊക്കെ തുണിക്ക് വീതി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മടക്കി രണ്ടായിട്ടാണ് നമ്മളിത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ രണ്ടായിട്ട് മടക്കുമ്പോൾ അതൊരു 1.5 ഇഞ്ചാവും. ഒരു 3.25 എടുക്കുവാണെങ്കിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് മാത്രമേ ഇതിന് വീതി വരുള്ളൂ. അതല്ല, നിങ്ങൾക്ക് വീതിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ആ ഒരു വീതി എനിക്ക് 2 ഇഞ്ച് വീതി ഇഷ്ടമാണെന്നാണെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് 2 ഇഞ്ച് തന്നെ എടുത്താൽ വീതി കൂടിപ്പോയെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നെക്കിൻ്റെ വശം മാത്രം ഒന്ന് ശ്രദ്ധിച്ച് പതുക്കെ ഒന്ന് കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റൊക്കെ എടുത്ത് ശ്രദ്ധിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ഇതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പീസാണ് ഞാൻ നെക്കിന് വെച്ചിട്ടുള്ളത്. അതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റും ഞാൻ ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അതെനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടിട്ടാണ്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തൊക്കെ, നമ്മുടെ ഓൺ ഡ്രസ്സല്ലേ, നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ 2 സൈഡ്, അതായത് നമ്മൾ എവിടെ നിന്നാണോ നെക്ക് അടിച്ച് തുടങ്ങുന്നത് അതിൻ്റെ, അതായത് നെക്കിൻ്റെ കട്ട് എവിടെയാണോ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിൽ നിന്ന് മാത്രമാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ നമുക്കിത് മറിഞ്ഞു വരത്തുള്ളൂ ഈ പീസ്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഞാനത് വീഡിയോയിൽ സൂം ചെയ്ത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല, അത് ഞാനൊന്ന് വിട്ടുപോയതാണ്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് നമ്മുടെ നെക്ക് സ്റ്റിച്ച്, അതായത് ആ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നെക്കിൻ്റെ ഒരു 1/2 ഇഞ്ച് മേളിൽ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് മറിച്ചെടുക്കാനൊക്കെ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സാധാരണ എല്ലാ നെക്കിലും ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഈ നെക്കിരിക്കും. ഒന്ന് ശ്രദ്ധിച്ച് നമുക്കൊന്ന്
പതിച്ചൊന്ന് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് ഞാനവിടെ നെക്കിൽ ചെറിയൊരു ലേസും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അധികം പൈസയൊന്നും ഇല്ലാത്ത ലേസായിരുന്നു. ജസ്റ്റ് ഒരു എനിക്ക് 12 മീറ്റർ 80 രൂപയ്ക്ക് കിട്ടിയ ഒരു ലേസായിരുന്നു അത്. നമ്മുടെ ഒരു ക്രോഷോൻ്റെ ഒന്നുമല്ല എങ്കിലും അതുപോലത്തെ തന്നെ ഒരു ലേസായിരുന്നു. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവേ. നമ്മുടെ മെറ്റീരിയൽ ഏത് കളറാണോ കൂടുതലായിട്ടുള്ളത്, ഇപ്പോൾ ഇതിലൊരു വൈറ്റ് ഫ്ലവേഴ്സാണ് വന്നേക്കുന്നത്, അതുകൊണ്ടിട്ടാണ് എൻ്റെ കയ്യിലുണ്ടാകുന്ന ഈ ഒരു വൈറ്റ് അല്ല ഒരു ഐവറി ഷെയ്ഡിലെ ഇത് ഞാൻ പീസ് ഞാൻ നെക്കിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പീസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അത് ഇനി ചുറ്റോട് ചുറ്റും നമുക്കിങ്ങനെ ഈ ലേസും കൂടെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് ഫിനിഷായി. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവ്സ് ജോയിൻറ്റ് ചെയ്യാന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് നമ്മൾ 6 പാനലും കട്ട് ചെയ്തു. അതായത് നമ്മുടെ ലൈനിങ് ക്ലോത്ത് എനിക്ക് ആകെ 2 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. വീതി കുറവുള്ള 36 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആണല്ലോ, അപ്പോൾ ഉദ്ദേശിച്ച അത്രയും വീതി കിട്ടിയില്ല. അതുകൊണ്ടിട്ട് നമ്മുടെ 19 ഇഞ്ച് അതായത് 16 ഇഞ്ച് ഒരു 3 ഇഞ്ചും കൂടെ താഴേക്ക് വിട്ടിട്ട് നമ്മൾ അംബ്രലയൊക്കെ ലൈനിങ്ങും മെയിൻ പീസും കൂടെ അറ്റാച്ച് ചെയ്യുന്ന പോലെ അറ്റാച്ച് ചെയ്ത് ഒരു 3 ഇഞ്ച് താഴെ വന്നിട്ട് രണ്ടും സെപ്പറേറ്റഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ആദ്യം മെയിൻ പീസ് സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് ഉള്ളിലോട്ട് വെച്ചിട്ട് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഞാൻ ഈ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. ഇതും കൂടെ കഴിഞ്ഞ് നമ്മുടെ എൻഡൊന്ന് ഞാനൊന്ന് ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സൈഡൊന്ന് തൂങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് താഴെ ഭാഗം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗവും കൂടി മടക്കി അടിക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആരും മറന്നു പോകല്ലേ കേട്ടോ. കുഞ്ഞു ചാനലാണ്, പരിമിതികളുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.